നിങ്ങൾ ഫയർഫോക്സോ ബ്രേവ് ബ്രൗസറോ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ VLCയിൽ ഫിലിം കണ്ടിട്ടുണ്ടാവില്ലേ, പോട്ട് ആൻഡ്രോയിഡ് ഫോണെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ. ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ആണ്. അതെന്താ അതിപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? അതറിയുന്നതിന് മുന്നേ സോഴ്സ് കോഡ് എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തതിൻ്റെ ഇൻസ്ട്രക്ഷനെയാണ് അതിൻ്റെ സോഴ്സ് കോഡ് എന്ന് വിളിക്കുന്നത്. ഇതൊരു കുക്കിംഗ് അനാലജിയിൽ പറയുകയാണെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള റെസിപ്പി. ഇതൊരു പ്രൊപ്പറേറ്ററി കേക്ക് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ KFCൻ്റെ കേക്ക്, അവരൊരിക്കലും അതിൻ്റെ റെസിപ്പി പുറത്തു വിടൂല. നമ്മൾ തരുന്ന കേക്ക് കിടലാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത്ര തന്നെ. നേരെ മറിച്ച് ഓപ്പൺ സോഴ്സ് കേക്ക് ആണെങ്കിൽ കേക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പിയും കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ കേക്ക് ഉണ്ടാക്കുമ്പോൾ മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ഫ്ലേവർ മാറ്റുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിനെ നിങ്ങൾക്ക് പഠിക്കാനും മോഡിഫൈ ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ അതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. 1950s ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വരുന്ന ടൈമിൽ സോഫ്റ്റ്വെയർ എഴുതിക്കൊണ്ടുണ്ടായത് അക്കാഡമിക്സും കോർപ്പറേറ്റ് റിസർച്ചേഴ്സും ആയിരുന്നു. ഇവർ ഓപ്പൺലി കൊലാബറേറ്റ് ചെയ്തിട്ടും നോളേജ് ഷെയർ ചെയ്തിട്ടൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടുണ്ടായത്. ആ ടൈമിൽ ആരും സോഫ്റ്റ്വെയറിന് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു കമോഡിറ്റി ആയിട്ടോ കണ്ടിട്ടുണ്ടായിട്ടില്ല. ഇതിനർത്ഥം ഈ ഫിലോസഫി ആ ടൈമിലേ ഉണ്ട്, പക്ഷെ ഇങ്ങനെ കിട്ടാൻ പേരൊന്നുമില്ല, അത് വേറെ കാര്യം. ആ സമയത്ത് നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങിയെങ്കിൽ അതിൽ സോഫ്റ്റ്വെയറും ആ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡും നിങ്ങൾക്ക് കിട്ടും. അതിന് മേജർ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ആ ടൈം സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് പഠിച്ച് അതിനെ മോഡിഫൈ ചെയ്ത് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരുന്നു. ഒരു ലേറ്റ് 60s ഒക്കെ ആകുമ്പോഴേക്ക് IBM പോലത്തെ മാനുഫാക്ചേഴ്സ് മെല്ലെ സോഫ്റ്റ്വെയറിൻ്റെ പൈസ കൂടി ഹാർഡ്വെയർ വാങ്ങുമ്പോൾ അതിൽ കൂട്ടാൻ തുടങ്ങി. അതേപോലെ കേസിൽ ആപ്പിൾ വേഴ്സസ് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ആപ്പിൾ ജയിക്കുകയും ആദ്യമായിട്ട് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയറിന് ഒരു ഫ്രെയിം വർക്കും അതുപോലെ ഒരു പ്രൊപ്രൈറ്ററി ലൈസൻസും ഉണ്ടായി. അതിനുശേഷമാണ് വൈഡ് സ്പ്രെഡ് ആയിട്ട് സോഫ്റ്റ്വെയറിന് കമോഡിറ്റിയും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു ടൈമിലാണ് ഓപ്പൺ സോഴ്സിൻ്റെ ആദ്യത്തെ ഹീറോൻ്റെ എൻട്രി. MITയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടുണ്ടായ റിച്ചാർഡ് സ്റ്റാൾമാനാണ് നമ്മളെ ഹീറോ. പുള്ളിക്കാരൻ പ്രിന്ററും പൈസ എടുത്ത് വാങ്ങി, കസ്റ്റം പേപ്പറും പൈസ എടുത്ത് വാങ്ങി. സോഫ്റ്റ്വെയർ ലിമിറ്റേഷൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം പ്രിന്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഈ പ്രിന്ററിൻ്റെ ഫേംവെയർ ക്ലോസ്ഡ് അല്ലായിരുന്നെങ്കിൽ ആ ഇഷ്യൂ തനിക്ക് തന്നെ ഫിക്സ് ചെയ്യായിരുന്നു എന്നായിരുന്നു സ്റ്റാൾമാൻ. ഈ ഫ്രസ്ട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ അപ്രോച്ചിനുള്ള റിപ്ലൈ എന്നുള്ള രീതിയിൽ 1983 ഇദ്ദേഹം GNU പ്രോജക്റ്റ് ഫൗണ്ട് ചെയ്യാനുണ്ടായത്. GNU പ്രോജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനും കോപ്പി ചെയ്യാനും സ്റ്റഡി ചെയ്യാനും മോഡിഫൈ ഉള്ള ഫ്രീഡം ആണ്. ഇത് നടക്കണമെങ്കിൽ ഇതിന് കണക്കായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അതുപോലെ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1985 ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അദ്ദേഹം ഫൗണ്ട് ചെയ്തു. 1991 ഒരു യൂസ്നെറ്റ് മെസ്സേജ് ബോർഡിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഇട്ട മെസ്സേജാണിത്. ഐ ആം ഡൂയിങ് എ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ജസ്റ്റ് എ ഹോബി, വോണ്ട് ബി ബിഗ് ആൻഡ് പ്രൊഫഷണൽ ലൈക്ക് നോ. ടോർവാൾഡ്സ് തൻ്റെ ചെറിയ ഒരു ലിനക്സ് കേണൽ പ്രൊജക്റ്റിനെ പറ്റിയിട്ട മെസ്സേജാണിത്. GNU OSഉം ലിനക്സ് കേണലും കൂടിയിട്ടാണ് ഇപ്പോൾ ലിനക്സ് എന്നറിയപ്പെടുന്ന OS ഉണ്ടായത്. സോഫ്റ്റ്വെയറിൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെ മാറ്റിമറിച്ച ഇന്നോവേഷനും റവല്യൂഷനും ആയിരുന്നു ലിനക്സ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ അടിത്തറ എന്ന് വേണമെങ്കിൽ ലിനക്സിനെ പറയാം. ഇന്ന് ഇൻ്റർനെറ്റ് ഓടുന്ന തന്നെ ലിനക്സ് ബേസ്ഡ് സെർവേഴ്സും ക്ലൗഡ് പ്ലാറ്റ്ഫോമും വെച്ചാണ്. ലോകത്തിൽ 500 സൂപ്പർ കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ 90% ലിനക്സ് ബേസ്ഡ് ആണ്. പിന്നെ ആൻഡ്രോയിഡ് ഫോൺ, IoT ഡിവൈസ്, എന്തിന് സ്മാർട്ട് ഫ്രിഡ്ജ്, കോഫി മേക്കർ, ഇതുവരെ ലിനക്സ് ബേസ്ഡ് ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും വലിയ ഹേറ്റേഴ്സായ മൈക്രോസോഫ്റ്റ് വരെ പിന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇറക്കുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഈവൻ GitHub ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ. അത് ഓൺ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഇപ്പോൾ പല മൾട്ടി-ബില്യൺ കമ്പനീസിൻ്റെ റവന്യൂ സോഴ്സ് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ടാവും. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, പ്രൈം പോലത്തെ OTT യൂസ് ചെയ്യുന്നത് FFmpeg എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ സോഴ്സ് മീഡിയ ഫ്രെയിം വർക്കാണ്. പലപ്പോഴും അങ്ങനത്തെ ആപ്സ് വളണ്ടിയേഴ്സ് ഫ്രീ ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. ഇതൊക്കെ കേൾക്കാൻ രസമൊക്കെ ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ എന്നെ ബാധിക്കുന്നുണ്ടോ? ഞാനെന്തോണം അതിന് ആലോചിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ. ഇതുവരെ കണ്ടെത്തിയെങ്കിൽ പറഞ്ഞുതരാം. കുറേ ആസ്പെക്ട്സ് ഉണ്ട് നമ്മളെ ബാധിക്കുന്നത്, പക്ഷേ ടൈം ലിമിറ്റ് കൊണ്ട് ഞാൻ 2 പറഞ്ഞുതരാം. 1, നിങ്ങൾ ഈ എൻസിറ്റിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതല്ല നിങ്ങൾ ശ്രദ്ധിച്ചിനോന്നറിയില്ല, ഗൂഗിൾ സെർച്ച് കുറേ മുന്നേ ഉള്ള പോലെയല്ല ഇപ്പോൾ. ആദ്യത്തെ ഒരു 5-6 റിസൾട്ട് അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പോൺസേർഡ് ആയിരിക്കും. ഇനിയിപ്പോൾ ആമസോൺ നോക്കിയെങ്കിൽ നിങ്ങളൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നെങ്കിൽ ആദ്യത്തെ 5 സ്പോൺസേർഡ് ആയിരിക്കും. അത് കഴിഞ്ഞാലായിരിക്കും നമ്മൾ ആക്ച്വലി സെർച്ച് ചെയ്ത സാധനം വരിക.
അല്ല ഒന്നും വേണ്ട, പണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ മതി. പണ്ട് നമ്മൾ ഫോളോ ചെയ്ത ആൾക്കാരുടെയും ഫ്രണ്ട്സിൻ്റെയും ഫീഡാണെങ്കിൽ ഇപ്പം എന്താ അവസ്ഥ നല്ലോണം അറിയാൻ നോക്കും. ഈ പ്ലാറ്റ്ഫോംസിൻ്റെ ഒക്കെ സ്ലോ ഡിഗ്രഡേഷനും ഇവഞ്ച്വൽ ഡെത്തിനെയും വിളിക്കുന്ന പേരാണ് എൻസിറ്റിഫിക്കേഷൻ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ബേസിക്കലി എക്സ്ട്രീംലി പ്രോഫിറ്റ് ഡ്രിവൺ ആകുമ്പോഴാണ് ഒരു പ്ലാറ്റ്ഫോം എൻസിറ്റിഫൈ ആകുന്നത്. ഓപ്പൺ സോഴ്സിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി ഡ്രിവൺ ആണ്, പ്രോഫിറ്റ് ഡ്രിവൺ അല്ല. ഇഫ് ഒരു സോഫ്റ്റ്വെയർ മോശമായി പോകുന്നുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ അത് എനിക്കോ നിങ്ങൾക്കോ എടുത്ത് അത് മോഡിഫൈ ചെയ്ത് പഴയ ബാക്ക് ടു ട്രാക്ക് ആക്കാൻ കഴിയും. അതാണ് ഓപ്പൺ സോഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ പ്രൊപ്രൈറ്ററി ആപ്പിന് കണക്കായിട്ട് തന്നെ കുറേ നല്ല ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ വാട്സാപ്പിന് പകരം സിഗ്നൽ, ഇല്ലസ്ട്രേറ്ററിന് പകരം ക്രിപ്റ്റ, അങ്ങനെ പല ആപ്സ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ പോയിന്റ്, ആസ് എ ഡെവലപ്പർ ഓർ കോഡർ കണ്ടിന്യൂസ് ലേണിങ്ങിന് വേണ്ടിയിട്ടും സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും ഓപ്പൺ സോഴ്സ് ഒരു നല്ലൊരു ആവന്യൂ ആണ്. ഗിറ്റ്ഹബിൽ കയറിയിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ കുറേ പ്രൊജക്ട്സ് ഉണ്ടാവും ആ ഏരിയയിൽ. ഇനി അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പുതിയ തുടങ്ങാം. ഈ കമ്മ്യൂണിറ്റീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വൽ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനും സ്കില്ലപ്പ് ചെയ്യാനും സാധിക്കും. കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ആവുക സമയത്ത്. അതേപോലെ കുറേ ഓപ്പൺ സോഴ്സ് ഫണ്ടഡ് പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനഫ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സ് വഴി ഏർണിംഗ് പൊട്ടൻഷ്യലും ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ. സാരാംശം ഇതാണ്, നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അത് റീഷെയർ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ അതാണ് ഓപ്പൺ സോഴ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്ര നേരം കണ്ടിരുന്നതിൻ്റെ ബോണസായിട്ട് കുറച്ച് നല്ല ആപ്സ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം.